ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. കേറ്റഡ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണ് അടുത്ത കേറ്റഡ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, അതുപോലെ എപ്പോഴായിരിക്കും എക്സാം നടക്കുന്നത്, എപ്പോൾ മുതൽ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. യൂഷ്വലി ഓരോ വർഷവും 2 കേറ്റഡ് എക്സാം വീതമാണ് നടക്കുന്നത്. 2 നോട്ടിഫിക്കേഷനാണ് സാധാരണ വരുന്നത്. ഇപ്പോൾ 2025 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ എക്സാം 2026 ഫെബ്രുവരിയിലാണ് നടന്നത്. അതുപോലെ സർവീസ് ടീച്ചേഴ്സിൻ്റെ കേറ്റഡ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 8-9 2026 ഓഗസ്റ്റ് 8-9 തീയതികളിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം കേറ്ററ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. 2 നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്ത ഓഗസ്റ്റിലെ കലണ്ടർ നോക്കുകയാണെങ്കിൽ അടുത്ത കേറ്റഡ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഓഗസ്റ്റ് 2026 അതായത് ഈ മാസം ഓഗസ്റ്റ് മാസമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ കേറ്ററ്റിൻ്റെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത് സെപ്റ്റംബറിലാണ്. അതായത് കഷ്ടിച്ച് ഒരു മാസം മാത്രമേ നമുക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടി സമയമുള്ളൂ. ഓഗസ്റ്റിലെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നീടൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ 2026 ഡിസംബറിൽ വരുന്ന കേറ്റഡ് നോട്ടിഫിക്കേഷൻ്റെ എക്സാം പ്രതീക്ഷിക്കുന്നത് ജനുവരി 2027 അപ്പോൾ വളരെ അർജൻറ്റായിട്ട് നടക്കാൻ പോകുന്ന എക്സാംസ് ആണ്. ബിക്കോസ് LP-UP എക്സാമിന് മുന്നോടിയായിട്ട് പാസ്സാവേണ്ട ഒരു കേറ്റഡ് എക്സാമാണ് നമുക്ക് മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സെപ്റ്റംബറിലേക്ക് എക്സാം പ്രതീക്ഷിക്കുന്ന ഈ ഒരു കേറ്റഡ് എക്സാം എന്ന് പറയുന്നത് LP-UP എക്സാമിന് തയ്യാറാവുന്ന അല്ലെങ്കിൽ LP-UP എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. പിന്നെ കുറച്ച് ആളുകൾക്ക് ഡൗട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഓഗസ്റ്റിൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ തന്നെ എക്സാം നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കൃത്യം ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിൽ പ്രിപ്പറേഷന് വേണ്ടി കിട്ടത്തുള്ളൂ. അപ്പം കുറേ ആളുകൾ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണും, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. LP-UP എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേറ്ററ്റ് 1 and 2 എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് 2027 നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള HSA എക്സാമിന് മുന്നോടിയായിട്ട് കേറ്ററ്റ് 3 പാസ്സാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്ന ബെസ്റ്റ് എക്സാംസ് ആണ് ഒന്ന് HSA എക്സാമും അതുപോലെ തന്നെ LP-UP എക്സാമും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, കേറ്ററ്റ് 1, 2, 3 ഒക്കെ ക്വാളിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സിലബസ് കൃത്യമായി പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ച് പഠിക്കുക. എല്ലാ സിലബസിലുള്ള പോർഷൻസും കവർ ചെയ്യുക. പോർഷൻസ് എല്ലാം കവർ ചെയ്ത ശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേറ്റഡ് എക്സാം എന്ന് പറയുന്നത്. ഓവർ ബേർഡൻ ഒന്നുമല്ല. നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേറ്റഡ് ഈസി ആയിട്ട് പാസ്സാവാം. പ്രത്യേകിച്ചും ഇപ്പോൾ B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ഈസി ആയിട്ട് തന്നെ കുറച്ചൊന്ന് എഫോർട്ട് ഇട്ടാൽ വേഗം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കേറ്റഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്റഡ് എക്സാമിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ക്ലാസ്സസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്